നിറവിലേക്ക് സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ വെറുതെ എന്ന സമയമില്ല. കാരണം ഓരോ നിമിഷവും പ്രാർത്ഥന, സഹനം, അധ്വാനം ഇവയിൽ ഞാൻ നിറയ്ക്കുന്നു. വിശുദ്ധ എവജീനിയായുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ടീനു ട്രീസ ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഫാദർ സിറിയക്കോട്ടയിൽ നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ഉത്സവത്തിനോ പെരുന്നാളിനോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ചിന്തിക്കടകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ സാധാരണമാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാത്രമല്ല, ഓൺലൈൻ ബിസിനസ്സിലും ഇത്തരത്തിലുള്ള കാര്യം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഈയിടയ്ക്ക് അത്തരത്തിൽ ഞാൻ കണ്ട ആകർഷകമായ ഒരു സാധനം വാങ്ങി. ബ്ലാങ്കറ്റ്സ് ആണ്. 5 എണ്ണം വാങ്ങിയാൽ 5 എണ്ണം ഫ്രീ. ബൈ 5 ഗെറ്റ് 5. യഥാർത്ഥത്തിൽ ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന ആളുകൾ നൽകുന്ന ആനുകൂല്യമാണ് രണ്ടാമത്തേത്. നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ സ്ഥാപിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വലുതാണ്. ബന്ധങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് 2 തരത്തിലുണ്ട്. ജന്മം വഴി നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ. രണ്ടാമത്തേത് നമ്മൾ ആർജിച്ചെടുക്കുന്നവ. ബന്ധം വഴി അഥവാ ജന്മം കൊണ്ട് നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് കുടുംബപരമായ ബന്ധങ്ങളാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള, ഭർത്താവിന് ഭാര്യയോടുള്ള ബന്ധം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കൾക്ക് ഓരോരുത്തർക്കും പരസ്പരമുള്ള ബന്ധം, കുടുംബത്തിലെ ഇതര ബന്ധുജനങ്ങളോടുള്ള ബന്ധം, ഇതെല്ലാം ജന്മം വഴി ഉള്ളതാണ്. ഇനിയും ഇത്തരത്തിലല്ലാത്ത ബന്ധങ്ങളുണ്ട്. അവ നമ്മൾ ആർജിക്കുന്നവ അഥവാ സമ്പാദിച്ചെടുക്കുന്നവയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്കുള്ള ബന്ധങ്ങളുണ്ട്. കൃഷിയിടങ്ങളിൽ നമുക്കുള്ള ബന്ധങ്ങളുണ്ട്. അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. നിരന്തരം നമ്മെ സേവനം വഴി സഹായിക്കുന്ന ആളുകളുമായി നമുക്കുള്ള ബന്ധമുണ്ട്. പൊതുപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതെല്ലാം നാം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന ബന്ധമാണ്. ഈ 2 ബന്ധങ്ങളും മനുഷ്യ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജന്മം വഴി ഉണ്ടാകുന്ന ബന്ധം നിലനിർത്താനും വളർത്താനും സാധിക്കണം. ആർജിച്ചെടുക്കുന്ന ബന്ധങ്ങൾ നിലനിർത്താനും വളർത്താനും നമുക്ക് സാധിക്കണം. ജന്മം വഴി അഥവാ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ ഒത്തിരിയാണ്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതൊന്നും അവകാശമാണെന്ന് പറയാൻ പറ്റില്ല. അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതും ലഭിച്ചതുമൊക്കെ ആനുകൂല്യങ്ങളാണ്. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാരണം എന്താ? നമ്മൾ അവരുടെ മക്കളാണ് എന്നതാണ്. പക്ഷേ എത്ര മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിൻ്റെ തലത്തിൽ വിചാരമുണ്ട്? മാതാപിതാക്കൾ നൽകുന്നതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു ബന്ധം പ്രകടമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് മക്കൾക്കുള്ളതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളോടും ബന്ധമുണ്ട്. ആ ബന്ധവും പുലർത്താൻ കഴിയേണ്ടുന്നതാണ്. മാതാപിതാക്കൾ തമ്മിലോ
മാതാപിതാക്കൾക്ക് മക്കളോടോ, മക്കൾക്ക് മാതാപിതാക്കളോടോ, സഹോദരങ്ങൾക്ക് അന്യോന്യമോ ഒക്കെ ഉള്ള ബന്ധം തുടക്കം കുറിച്ചാൽ മാത്രം പോരാ, ആ ബന്ധം വളരാനിടയാവണം. അത്തരത്തിൽ വളരാനിടയായാൽ മാത്രമേ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ വിവാഹ അവസരത്തിൽ അതിൻ്റെ സമാപന ആശീർവാദമുണ്ട്. ആ ആശീർവാദ സമയത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. കുടുംബജീവിതവും സമൂഹ ജീവിതവും നയിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നിരവധിയായ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധം വഴി ഉണ്ടാകണമെന്ന് ദൈവവും സഭയും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നതാ ഇതുവഴി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ മുമ്പ് പറഞ്ഞ കുടുംബ ബന്ധവും കുടുംബേതര ബന്ധങ്ങളും വളർത്താൻ നാം എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. ചിലരൊക്കെ ഈ ബന്ധത്തിൽ തുടക്കം കുറിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ബന്ധത്തിൽ അങ്ങോട്ട് വളരുന്നില്ല. അതിന് കാരണം എന്താ? അവരുടെ സ്വാർത്ഥതയാണ്. നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള, ബന്ധത്തിലുള്ള, സൗഹൃദത്തിലുള്ള ആളുകളെ കരുതാൻ, സേവന സന്നദ്ധതയോടെ, സ്നേഹമനോഭാവത്തോടെ കരുതാൻ, അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ആ സൗഹൃദം വളർത്താൻ കഴിയുന്നത്. ചിലർക്കൊക്കെ ഈ സുഹൃത്ത് ബന്ധം വളർത്തുന്നത് ഒരു കല തന്നെയാണ്. നിങ്ങൾക്ക് എത്രമാത്രം സുഹൃത്തുക്കളുണ്ട്? വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളാണോ ഉള്ളത്, അതോ എണ്ണമറ്റ സുഹൃത്തുക്കളുണ്ടോ? എത്ര കുടുംബ സുഹൃത്തുക്കളുണ്ട്? എത്ര വ്യക്തി സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട്? നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചെടിയും ഫലവൃക്ഷങ്ങളും ഒക്കെ നടുന്നത് പോലെ തന്നെയാണ്. ഈ ചെടിയും ഫലവൃക്ഷങ്ങളും നടുമ്പോൾ നമ്മൾ ആ ചെടിക്കും ഫലവൃക്ഷങ്ങൾക്കും കരുതൽ കൊടുക്കുന്നില്ലേ? വെള്ളവും വളവും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ ഇടുന്നില്ലേ? ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ ചുവട് ഇളക്കുന്നില്ലേ? നിരന്തരമായ ഒരു ശ്രദ്ധയും കരുതലും നമ്മൾ കൊടുക്കുന്നില്ലേ? അതേസമയം നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച ചെടിയും ഫലവൃക്ഷവും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കുക, അവിടുന്ന് നമുക്ക് ഫലം കിട്ടില്ല. ബന്ധങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നിരന്തരമായി നമുക്ക് ഫലങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബന്ധം കരുതലോടെ പാലിക്കാൻ, വളർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്നുള്ള കുടുംബങ്ങളെക്കുറിച്ച് ഈ ഒരു തരത്തിൽ ഒത്തിരി ആക്ഷേപമുണ്ട്. പരിചയഭാവം പോലും കാണിക്കുന്നില്ല എന്ന് പറയുന്ന ബന്ധുക്കളുണ്ട്. ഒരാവശ്യം കുടുംബത്തിലെ ഒരാൾക്ക് വരുമ്പോൾ കയറിച്ചില്ലാത്ത, ഒന്ന് വിളിച്ചു ചോദിക്കാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും വളരുകയില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് മനുഷ്യ സൗഹൃദവും ബന്ധവും മാത്രമല്ലല്ലോ ഉള്ളത്. ഈ പ്രകൃതിയോടും സസ്യലതാദികളോടും മൃഗങ്ങളോടും ഒക്കെ ഉണ്ട്. നമ്മുടെ വളർത്തു മൃഗങ്ങളെ ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായക്കുട്ടികൾക്കൊക്കെ മനുഷ്യരായ നമ്മളോട് എന്തൊരു ബന്ധമാണ്, എന്തൊരു സ്നേഹമാണ്. ഞാനും അത് എൻ്റെ താമസ സ്ഥലത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് ഒരു കൃഷിക്കാരൻ്റെ കഥയാണ്. അദ്ദേഹം രാവിലെ തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകും, വൈകുന്നേരം മടങ്ങി വരും. ഒരു ദിവസം അദ്ദേഹം കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ വഴി വശത്ത് ഒരു നായക്കുട്ടി അപകടപ്പെട്ട് കിടക്കുന്നു. അത് ചത്തിട്ടില്ല, ജീവനുണ്ട്, പക്ഷേ രക്തം ഒലിപ്പിച്ച് കിടക്കുക. ഇദ്ദേഹത്തിന് പണ്ട് നായകളോട് സ്നേഹമാണ്. അദ്ദേഹം പെട്ടെന്ന് ആ നായക്കുട്ടിയെ കയ്യിലെടുത്തു, അടുത്തുള്ള മൃഗാശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറുടെ ചികിത്സ ഈ നായക്കുട്ടിക്ക് കിട്ടി. അത് സുഖപ്പെട്ടു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഈ നായക്കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് പൂർണ്ണമായും സുഖപ്പെട്ട ഈ നായക്കുട്ടി ഈ യജമാനോട് വലിയ സ്നേഹമാണ് കാണിച്ചത്. ഈ യജമാനോട് വലിയ അടുപ്പമായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം.
ഒരു ദിവസം ഇദ്ദേഹം ഈ കൃഷിയിടത്തിലേക്ക് പോയി. സാധാരണ ഈ നായക്കുട്ടിയും യജമാൻ്റെ കൂടെ പോകും. യജമാന് തിരിച്ചു വരുമ്പോഴാണ് നായക്കുട്ടി വരുന്നത്. യജമാന് ഉച്ചയ്ക്ക് കരുതിയ ഭക്ഷണത്തിൻ്റെ വീതവും ഈ നായക്കുട്ടിക്ക് കൊടുക്കും. പണിക്കിടെ ഈ യജമാനായ കൃഷിക്കാരൻ ബോധം കെട്ട് വീണു. ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാവാം. ഈ നായക്കുട്ടി അത് ശ്രദ്ധിച്ചു. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അത് ഈ യജമാനൻ്റെ ചുറ്റും നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അടുത്തെങ്ങും ആളുകളില്ല. ഈ നായക്കുട്ടി പെട്ടെന്ന് യജമാനൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. ഈ കൃഷിക്കാരൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കാര്യം പിടികിട്ടിയില്ല. എന്നാലും ഒരു കാര്യം ചിന്തിച്ചു. സാധാരണ ഈ വീട്ടുകാരൻ്റെ കൂടെയാണ് നായ്ക്കുട്ടി തിരിച്ചു പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ യജമാനനായ വീട്ടുകാരനില്ല. എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. ഈ നായ്ക്കുട്ടി തെളിച്ച വഴിയിലൂടെ ഇവർ കൃഷിയിടത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ യജമാനനായ കൃഷിക്കാരൻ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് അവർ ഈ മനുഷ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ആരോഗ്യവാനായി. ചെറിയൊരു കഥയാണ്. എങ്കിലും എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ബന്ധം നാം വളർത്തിയാൽ അത് ഈ പ്രകൃതിയോടായാലും വളർത്തുമൃഗങ്ങളോടായാലും മനുഷ്യരോടായാലും അതിൽ നിന്ന് നമുക്ക് തീർച്ചയായും ആനുകൂല്യങ്ങൾ കിട്ടും. നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു തരും. കുടുംബേതര ബന്ധങ്ങളിൽ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വാർത്ഥതയ്ക്കപ്പുറത്ത് നിസ്വാർത്ഥമായ കരുതലോടെയുള്ള ഒരു കടന്നു ചെല്ലൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആനുകൂല്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും. നാം അനുദിനം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹവും കരുതലുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബന്ധങ്ങൾ വിലയുള്ളതായി കാണാൻ നമുക്കിടയാവേണ്ടതുണ്ട്. ഇന്ന് ബന്ധങ്ങളെക്കാൾ മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കടന്നുപോയ നമ്മുടെ പൂർവികരായ ആളുകളോട് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും നമ്മോട് പറയും ഏറ്റവും വിലയുള്ളത് ബന്ധങ്ങളാണെന്ന്. ആ ബന്ധങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കടന്നുവരവിൻ്റെയും ആനുകൂല്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇഹലോക ജീവിതത്തിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നത് പ്രധാനപ്പെട്ടതാണ്. സന്തോഷകരമായ ജീവിതം നാം മാത്രം നമുക്ക് വേണ്ടി നിന്നാൽ ലഭിക്കുന്നതല്ല, പിന്നെയോ മറ്റുള്ളവരും കൂടി നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ കിട്ടുന്നതാണെന്നുള്ള വിചാരം നമുക്കുണ്ടാവണം. കൊടുത്താൽ തീർച്ചയായും നമുക്ക് കിട്ടും. ബൈബിള് പഠിപ്പിക്കുന്ന വചനം അതാണല്ലോ. നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നിടത്തോളം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ വളർത്താൻ നമുക്ക് കരുതൽ നൽകാനിടയാവട്ടെ. സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ ജലവും വളവുമൊക്കെ നൽകി ബന്ധങ്ങളെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. മൈ പുവർ ഡാഡ് എന്ന വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മറ്റൊന്നിനും ആർക്കും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹവും സാന്നിധ്യവും. പലപ്പോഴും ഭൗതികമായി നമുക്ക് എന്തൊക്കെ നേടിത്തന്നു, വാങ്ങിത്തന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വിലയിടാറ്. എന്നാൽ തന്നവയല്ല, മറിച്ച് അവർ തന്നെയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പലരും തിരിച്ചറിയുമ്പോഴേക്ക് വളരെ വൈകിയിട്ടുണ്ടാകും. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന നിമിഷങ്ങളിലാണ് പലർക്കും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവുണ്ടാകാറ്.
നമുക്കൊരു വീഡിയോ കാണാം. വളരും തോറും മക്കൾക്ക് മാതാപിതാക്കളെക്കാൾ അറിവുണ്ടായേക്കാം, വിദ്യാഭ്യാസവും കഴിവുകളും ലോകപരിചയവും ഉണ്ടായേക്കാം. നമ്മുടെ മോസ്റ്റ് മോഡേൺ ലോകത്ത് അത്ര ഫിറ്റാകുന്നവരല്ല മാതാപിതാക്കൾ എന്ന തോന്നലും മക്കൾക്കുണ്ടായേക്കാം.
തങ്ങളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ തട്ട് താണിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇത്തരം ചിന്തകളെല്ലാം വെറും മിഥ്യാധാരണകളായിരുന്നു എന്നും സത്യം എന്നത് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം മാത്രമായിരുന്നു എന്നും തിരിച്ചറിയുമ്പോഴേക്ക് ജീവിതത്തിൽ ഒരുപാട് വൈകിയിട്ടുണ്ടാകും പലർക്കും. ഇത്തിരി സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഒരല്പം കൂടി സ്നേഹിക്കാൻ, കുറച്ച് സമയം കൂടെ ഇരിക്കാൻ എന്ന് ചിന്തിക്കുന്ന, നഷ്ടബോധത്താൽ നീറുന്ന ഒരവസരം വരെ കാത്തിരിക്കാതെ ഇന്നിൻ്റെ ഓരോ നിമിഷങ്ങളും കൂടുതൽ സ്നേഹിക്കാനായി, അവരെ കൂടുതൽ കരുതാനായി നമുക്ക് ഉപയോഗിക്കാം, ഒരുപാട് വൈകുന്നതിന് മുൻപ്. വിശുദ്ധ എവുജീനിയായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വെറുതെ എന്നൊരു സമയമില്ല. കാരണം ഓരോ നിമിഷവും പ്രാർത്ഥന, സഹനം, അധ്വാനം ഇവയിൽ ഞാൻ നിറയ്ക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.